ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCRT 9ാം സ്റ്റാൻഡേർഡിലെ ബയോളജി ബുക്ക് 1-ലെ 3 ചാപ്റ്റേഴ്സ്, അതായത് ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും, അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കേട്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെയ്ത് നോക്ക്. 1. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യ കൃത്രിമ ബാക്ടീരിയ ഏത്? 2. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതൊക്കെ? 3. കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ? 4. ലിപ്പിഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? 5. പ്രോട്ടീനുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? 6. ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെ? 7. ഒരു ജീവിയിൽ ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്? 8. മെറ്റാബോളിസം എത്ര വിധം, ഏതെല്ലാം? 9. പ്ലാസ്മ സ്തരത്തിലൂടെ കടന്നുപോകുന്ന തന്മാത്രകൾ ഏവ? 10. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നതിനെ എന്ത് പറയുന്നു? 11. കോശത്തിനുള്ളിലേക്ക് ഓക്സിജൻ തന്മാത്ര കടന്നു പോകുന്ന പ്രക്രിയ? 12. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ? 13. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ്? 14. ആൽഗകൾക്ക് പോഷകങ്ങൾ ലഭ്യമാകുന്നത് എങ്ങനെ? 15. തൈലക്കോയിഡുകളുടെ അടുക്കിന് പറയുന്ന പേര്? 16. പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങൾ? 17. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് 1961-ലെ നൊബേൽ പുരസ്കാരം നേടിയത് ആര്? 18. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര? 19. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? 20. ദഹനത്തിന്റെ 2 ഘട്ടങ്ങൾ ഏതൊക്കെ? 21. പശുക്കളുടെ ആമാശയത്തിലെ 4 അറകൾ ഏതൊക്കെ? 22. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് തുടങ്ങിയവയെ വിഘടിപ്പിക്കുന്നത് എന്താണ്? 23. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം? 24. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത്? 25. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം? 26. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈം? 27. ആമാശയ രസത്തിലെ ആസിഡ്? 28. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്ന എൻസൈം? 29. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തികളെ സംരക്ഷിക്കുന്നത് എന്ത്? 30. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനുകൾ? 31. ലിപ്പേസുകൾ കൊഴുപ്പിനെ ദഹിപ്പിച്ച് എന്തെല്ലാം ആക്കി മാറ്റുന്നു? 32. ചെറുകുടലിന്റെ ഉൾഭിത്തിയിൽ കാണപ്പെടുന്ന വിരൽ പോലെയുള്ള ഭാഗങ്ങൾ? 33. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെ? 34. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ? 35. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ, അതിന്റെ പേരാണ് പറയേണ്ടത്. 36. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ ഏത്? 37. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം? 38. മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? 39. കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? 40. ഹൃദയ വൈകല്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്? 41. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം? 42. മനുഷ്യനിലെ രക്തപര്യനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്, എന്തെല്ലാമാണ്, ഏതെല്ലാമാണ്? 43. ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനം? 44. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനം? 45. ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥ? 46. ജീവികളിലെ ശ്വസന പ്രക്രിയ ലളിതമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ? 47. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള തരം? 48. വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്ന പദാർത്ഥം? 49. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം? 50. കോശശ്വസനത്തിന്റെ 2ാം ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്?
51 RBCയിലെ വർണ്ണകം. 52 മണ്ണിരയുടെ ശ്വസന അവയവം ഏത്? 53 ഇലയിലും ഇളം കാണ്ഡങ്ങളിലുമുള്ള ചെറുസുഷിരം. 54 കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലെ ചെറുസുഷിരം. 55 വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെ? 56 മൂത്രത്തിൽ ബിലിറുബിന്റെ സാന്നിധ്യം എന്തിനെ സൂചിപ്പിക്കുന്നു? 57 സസ്യങ്ങളിൽ ജലം, ലവണങ്ങൾ തുടങ്ങിയവ പുറന്തള്ളുന്ന സുഷിരം. ഇനി നമുക്കിതിന്റെ ആൻസേഴ്സ് നോക്കാം. 1 E. coli, 2 ബയോമോളിക്യൂളുകൾ, 3 ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, 4 കൊഴുപ്പുകൾ, എണ്ണകൾ, 5 ഹോർമോണുകൾ, ആന്റിബോഡികൾ, 6 DNA RNA, 7 മെറ്റാബോളിസം, 8 അനാബോളിസം, കെറ്റാബോളിസം, 9 ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, 10 ഓസ്മോസിസ്, 11 ഡിഫ്യൂഷൻ, 12 ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, 13 ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, 14 പ്രകാശ സംശ്ലേഷണം, 15 ഗ്രാന, 16 പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും, 17 മെൽവിൻ കാൽവിൻ, 18 സൂക്രോസ്, 19 കല്ലേൻ പൊക്കുടൻ, കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, 20 യാന്ത്രിക ദഹനം, രാസിക ദഹനം, 21 റൂമൻ റെക്ടിക്കുലം, ഒമാസം, അബോമാസം, 22 റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ, 23 ഇനാമൽ, 24 ഡെൻഡൈൻ, ഡെൻഡൈൻ ആണ്, 24 ഡെൻഡൈൻ, 25 സലൈവറി അമിലേസ്, 26 ലിപ്പേസ്, 27 ഹൈഡ്രോക്ലോറിക് ആസിഡ്, 28 പെപ്സിൻ, 29 ശ്ലേഷ്മം, 30 KB കോംപ്ലക്സ്, 31 ഫാറ്റി ആസിഡും ഗ്ലിസറോളും, 32 വില്ലസുകൾ, 33 ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ, 34 ധമനി, 35 സിര, 36 പോർട്ടൽ സിരകൾ, 37 പെരിക്കാർഡിയം, 38 വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ ഭിത്തിയിൽ, 39.8 സെക്കൻഡ്, 40 ECG, 41 120/80 mmHg, 42 വിപര്യനം, പൾമനറി പര്യനം, സിസ്റ്റമിക് പര്യനം, 43 സിസ്റ്റമിക് പര്യനം ഒന്നുണ്ട്, 44 പൾമനറി പര്യനം, 45 അതെരോസ്ക്ലീറോസിസ്, 46 അൻറ്റോയിൻ ലാവോസിയർ, 47 പ്ലൂറ, 48 സർഫക്റ്റന്റ്, 49 ഗ്ലൈക്കോളിസിസ്, 50 ക്രെബ്സ് സൈക്കിൾ, 51 ഹീമോഗ്ലോബിൻ, 52 ത്വക്ക്, 53 സ്റ്റൊമേറ്റ, 54 ലെൻഡി സെല്ലുകൾ, 55 നെഫ്രോണുകൾ, 56 മഞ്ഞപ്പിത്തം, 57 ഹൈഡത്തോട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക.